ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുങ്ഫുവിലെ സ്നേക്ക് സ്റ്റൈലിനെ കുറിച്ചാണ്. അപ്പോൾ സ്നേക്കിൻ്റെ ഒരു ശൈലിയിൽ പ്രധാനമായിട്ടും ഈ ഒരു പാർട്ട് നമ്മുടെ ഫിംഗറാണ്, ഈ ഒരു ടിപ്പാണ് ഇതിൻ്റെ ഒരു അറ്റാക്കിലേക്ക്, ഒരു ആക്രമണത്തിലേക്ക് വരുന്നത്. ഈ ഒരു ഭാഗമാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിംഗറിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത്ത്, അതുപോലെ പവർ അത്യാവശ്യമാണ്. സ്ട്രിംഗർ, ഇതുപോലെ റിസ്റ്റ്, ഈ ഒരു പാർട്ടൊക്കെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം ഫാസ്റ്റും അതുപോലെ തന്നെ നല്ല അക്യൂറസിയും കൂടുതലാണ് നമ്മൾ സ്നേക്കിൻ്റെ ആക്രമണങ്ങൾക്ക്. അപ്പോൾ നമ്മൾ അത്തരത്തിലൊന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ടത് കൈകൾക്ക് സ്ട്രെങ്ത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിംഗറിൽ നമ്മൾ പുഷപ്സ് എടുക്കുമ്പോഴത്തേക്കും ഫിംഗറിൽ ഇതുപോലെ തന്നെ പുഷപ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് കൈക്ക് നല്ല സ്ട്രെങ്ത്ത് കിട്ടും. അതുപോലെ തന്നെ റിസ്റ്റിൻ്റെ ഈ പാർട്ടും നമ്മൾ പുഷപ്സ് എടുക്കുന്ന പോലെ തന്നെ ഈ റിസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ള പുഷപ്സ് ഒക്കെ എടുക്കുന്നത് കൈക്ക് നല്ലൊരു പവർ കിട്ടുന്നതിന്, അതുപോലെ കൈയുടെ ഒരു കണ്ടീഷനിങ്ങിന് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ ആദ്യം ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബേസിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നോർമലി പുഷപ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ 5 വിരൽ ഇതുപോലെ താഴെ കുത്തിയിട്ട് ഇതുപോലെ തന്നെ പുഷപ്സ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ബെൻഡ് ഇതുപോലെ തന്നെ ബെൻഡ് ആക്കുക. അതിനുശേഷം കുറച്ച് ദിവസം ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഈ വിരലിൻ്റെ ഒരു നമ്പർ ഇത്തിരി കുറച്ച് കൊണ്ടുവരും. ഇപ്പം ഈ 5 വിരൽ എന്നുള്ളത് ഒരു 4 ആക്കുക. ഒരു വിരൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 4 വിരലിൽ ഇതുപോലെ തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. അത് കുറച്ച് എടുത്തതിന് ശേഷം പിന്നെ 4 എന്നുള്ളത് 3 ആക്കുക. 3 ആക്കിയിട്ട് ഇതുപോലെ 3 ഫിംഗറിൽ ഇതുപോലെ പുഷപ്സ് എടുക്കുക. 3 ഫിംഗർ എടുത്ത് കുറച്ചും കൂടി പ്രാക്ടീസ് ആയിക്കുമ്പോൾ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം 2 ഫിംഗറിലേക്കൊന്ന് ശ്രമിച്ച് നോക്കുക. ജസ്റ്റ് വിരൽ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ബെൻഡായി കുത്തുക. ഇങ്ങനെ ബെൻഡായി കുത്തുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉണ്ടാവും. കറക്റ്റ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരേണ്ടത്. പക്ഷേ ആദ്യ സമയത്ത് ഇതുപോലെ ഒന്ന് ചെറിയൊരു ബെൻഡ് കൊടുത്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം കൈകൾ ഈ ഒരു പാർട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ട്, ഇത് നമ്മൾ വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ വെച്ചിട്ട് ഇതുപോലെ പുഷപ്സ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള പുഷപ്സ് ചെയ്യുന്ന നമ്മൾ കൈകളുടെ ഒരു ഫോഴ്സ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു മൂവ്മെൻറ്റിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ നിങ്ങൾ ഇതുപോലെ തന്നെ നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക. പാം ഇതുപോലെ നിവർത്തി പിടിക്കുക. അടുത്ത കൈ നേരെ ഓപ്പോസിറ്റ് ഇതിന് കണ്ട് ഈ ഫിംഗറുകളെല്ലാം വിരലുകളെല്ലാം ചേർത്ത് പിടിക്കുക. സ്പ്രെഡായി പോവാതെ ചേർത്ത് പിടിക്കുക. ഈ ഒരു വിരൽ ഇതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ബെൻഡ് ചെയ്തിട്ട് ഇതിനോട് ചേർത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക. ഇതിനോട് ടൈറ്റ് ചെയ്യുക, നല്ല ഫോഴ്സ് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ ടിപ്പ് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വിരലിങ്ങനെ ബെൻഡായി പോവാതെ, നിങ്ങൾ സെൽഫായിട്ട് ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു ബെൻഡ് വരും. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് പതിയെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുക. കാരണം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതോ ഒരു സർഫേസിൽ കൊള്ളാൻ നേരത്ത് നമുക്ക് ഫിംഗറിന് അത്യാവശ്യം നല്ലൊരു പവറില്ലെന്നുണ്ടെങ്കിൽ ഇത് ബെൻഡായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലെന്നല്ല, ചിലപ്പം ബ്രേക്ക് ആകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പം നല്ല രീതിയിലുള്ളൊരു ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അതുപോലെയുള്ള ചെറിയ കണ്ടീഷനിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കൈകൾക്ക് ചെറിയ രീതിയിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു മൂവ്മെൻറ്റിന് ഒരു ഫ്ലോ ഉണ്ട്. നമ്മൾ ആ സ്നേക്കിൻ്റെ മൂവ്മെൻറ്റുകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റിന് ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോയ്ക്കുള്ള കുറച്ച് ബേസിക് എക്സസൈസുകളുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നേരെ പിടിക്കുക. ഇനി ഇവിടുന്ന് കൈകൾ രണ്ടും ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് റിസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ആകുന്ന പോലെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് അതിലേക്ക് വരുന്നത്. ഒരേ സമയം ഒരു ലൂസ് അല്ലെങ്കിൽ ഒരു ഫ്ലോ പോലെ തോന്നുമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്തേക്ക് എൻഡ് വരുമ്പോഴത്തേക്കും, ആ ഒരു അറ്റാക്കിൻ്റെ ഒരു എൻഡ് വരുമ്പോഴത്തേക്കും അത് നല്ലൊരു പവറായിട്ട് തന്നെയാണ് വരുന്നത്. ടോട്ടലി ഒരു ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമ്മളൊരു മൂവ്മെൻറ്റിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്കും അത് ശരിക്കും ഒരു ഷാർപ്പായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. കൈകൾ ഇതുപോലെ തന്നെ പിടിക്കുക. ഇനി ഇവിടുന്ന് താഴേക്ക് ഡൗൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൈയുടെ ഷോൾഡർ കൂടി മൂവ് ചെയ്യുന്ന രീതിയിൽ, എൽബോയും ഷോൾഡറും കൂടി മൂവ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ സൈഡ് പോവുക. ഇവിടെ നിന്ന് സൈഡ് ഇതുപോലെ ആം ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് അതുപോലെ തന്നെ കൈ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക. റിസ്റ്റിന് ഇതുപോലെ
ഒരു ഫോൾഡ് കൊടുക്കുക. ഈ ഒരു സൈഡ്, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്. ഈ ഒരു മൂവ്മെൻറ്റ് വരുന്ന രീതിയിൽ ഇതിലേക്ക് കൊടുക്കുക. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാം. ലെഗ് ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക. വൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇടത് കൈ ഇതുപോലെ, ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. മുകളിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. റൈറ്റ് ഹാൻഡ് മുന്നിലേക്ക് ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് സൈഡിലേക്ക് ഇതുപോലെ, ഹിപ്പ് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് ചരിച്ച് വെക്കുക. ഈ കാല് സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് സ്റ്റാൻസ് ഇതുപോലെ കൈ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി പിടിക്കുക. ഇനി ഇവിടെ നിന്ന് ഇതൊന്ന് പുൾ ബാക്ക് ചെയ്യുക, മടക്കുക. മടക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു സർക്കിൾ ഇതുപോലെ, ഒരു സർക്കിൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്യുക. ഫ്രണ്ടിലേക്ക് കൈ ഇതുപോലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ഒരു സർക്കിൾ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. ഒന്ന് പുൾ ബാക്ക് ചെയ്തിട്ട് തിരിച്ച് അടുത്ത സൈഡ്. അപ്പോൾ സൈഡ് ഇതുപോലെ ചേഞ്ച് ചെയ്യുക. ഇവിടെ നിന്ന് ഇതുപോലെ മടക്കിയിട്ടൊന്ന് ഇത് ചെയ്യുക. അത് ഓപ്പോസിറ്റും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടുത്തൊരു മൂവ്മെൻറ്റിൽ ഇത് രണ്ട് സൈഡിലേക്കും മാറി മാറി ചെയ്യുക. ഈ സൈഡിലേക്കൊന്ന് ബെൻഡ് ആവുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. തിരിച്ച് ഇങ്ങോട്ട് ബെൻഡ് ആവുക. ഇവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. 1 2 1 2 1 2 1 2 ഇതുപോലെ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. കാല് ഇതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് മുന്നിലേക്ക് കയറ്റി വെക്കുക. അടുത്ത കാല് ഇത് ഡീപ്പ് സ്റ്റാൻസിലേക്ക് പോകേണ്ട, കുറച്ച് മുന്നിലേക്ക് കയറ്റിയിട്ട് ഒരല്പം ഷോർട്ടാക്കി വെക്കുക. ഇനി ഇവിടുന്ന് കൈകളുടെ മൂവ്മെൻറ്റ് ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് അപ്പ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് ഇതിന് ബാക്ക് താഴെയായിട്ട്. ഇനി ഇതിൽ നിന്നൊരു ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. ഈ ഒരു കൈ നമ്മൾ ഒരു പഞ്ചിനെ ജസ്റ്റ് ഒരു ബ്ലോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈം ബ്ലോക്ക് ചെയ്ത മൂവ്മെൻറ്റിൽ നിന്ന് ഒരല്പം ബാക്കിലേക്ക് ഇതുപോലെ ബാക്കിലേക്ക് വരിക. ഇനി ഇവിടെ നിന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് ഇവിടെ നിന്നുണ്ടാകും ഇതിലേക്ക്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ലെഗിൻ്റെ ഒരു പുഷ് കൂടി ഇവിടെ നിന്ന് വരുന്നുണ്ട്. ബോഡി നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുക്കിയിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാം, സ്നേക്കിൻ്റെ ഒരു അറ്റാക്കിൽ വരുമ്പോഴത്തേക്കും ഫുൾ ഡൗൺ ചെയ്തിട്ട് അവിടെ നിന്നാണ് ആ ഒരു ത്രോ വരുന്നത്. ത്രോ വരുമ്പോൾ അതിൻ്റെ ഒരു ടെയിൽ വരെ ആ ഒരു ആക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഫുള്ളിൽ ആ ഒരു ഈ ഒരു പാർട്ട് അപ്പർ ബോഡി ഫുള്ളായിട്ട് ആ ഒരു പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ടെയിൽ കൂടിയാണ് ആ ഒരു ആക്ഷൻ വരുന്നത്. അപ്പോൾ സെയിം ആ ഒരു മൂവ്മെൻറ്റിലേക്ക് വരുന്നത് പോലെ തന്നെ നമ്മൾ ഇത് ബോഡിയിലൊക്കെ ഫുള്ളായിട്ട് ഫോൾഡ് ആവുക. ഇനി ഇവിടുന്ന് ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഫുള്ളായിട്ട് വരുന്നു, ഇതുപോലെ ഫുള്ളായിട്ട് വരുന്നുണ്ട്. തിരിച്ച് ഓപ്പോസിറ്റ് വീണ്ടും ബ്ലോക്ക് ചെയ്യുക, ഇതിലേക്ക് അറ്റാക്ക് ചെയ്യുക. 1 അറ്റാക്ക്, 2 അറ്റാക്ക്, 3 അറ്റാക്ക്, 4 ഇതുപോലെ രണ്ട് സൈഡും ചേഞ്ച് ചെയ്ത് ചെയ്യുക. ഈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു ആക്ഷനും കൂടി ഇമിറ്റേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ഒന്നിൻ്റെ മുകളിൽ കൂടി അടുത്തൊരു മൂവ്മെൻറ്റ് കയറി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഈ നിൽക്കുന്നതിൽ നിന്ന് 1 2 3 4 അതുപോലെ മൂവ്മെൻറ്റ് കയറി വരികയുണ്ട്. 1 2 3 4. അപ്പോൾ നമ്മൾ ബേസ് മൂവ്മെൻറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. നമുക്കിതിൻ്റെ ബാലൻസ് മൂവ്മെൻറ്റുകൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.